റഷ്യ യുക്രൈൻ യുദ്ധം അറുതിയില്ലാതെ നീളുകയാണ്. ഇപ്പോഴിതാ അതിൽ ആണവ ഭീതി കൂടി കടന്നു വരികയാണ്. ചെർണോബിൽ ആണവ നിലയത്തിന് സമീപമുള്ള ആണവ ഇന്ധനം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞായറാഴ്ച പുലർച്ചെ 2:10 സംഭവം. എന്നാൽ ആണവ വികിരണത്തിന്റെ അളവ് നിലവിൽ സുരക്ഷിതമായ പരിധിക്കുള്ളിലാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും യുക്രൈൻ അധികൃതർ അറിയിച്ചു. ചെർണോബിലെ സെൻട്രലൈസ്ഡ് പെന്റ് ന്യൂക്ലിയർ ഫ്യൂവൽ സ്റ്റോറേജ് ഫെസിലിറ്റിയിലെ കെട്ടിടത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരുകയും 40 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. യുക്രൈനിലെ ആണവ ഓപ്പറേറ്ററായ എനർഗോ ആറ്റം വ്യക്തമാക്കുന്നതനുസരിച്ച് ആക്രമണം നടക്കുമ്പോൾ കെട്ടിടത്തിനുള്ളിൽ ആണവ ഇന്ധനങ്ങളൊന്നും തന്നെ സൂക്ഷിച്ചിരുന്നില്ല. അമേരിക്കൻ കമ്പനിയായ ഹോൾടെക് ഇന്റർനാഷണലുമായി സഹകരിച്ച് നിർമ്മിച്ച കേന്ദ്രത്തിൽ കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ച് ഉറപ്പിച്ച കണ്ടെയ്നറുകളിലാണ് ആണവ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നത്. റഷ്യ രാജ്യാന്തര നിയമങ്ങളെയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷയെയും അവഗണിച്ച് ആണവ ഭീകര രാഷ്ട്രത്തെ പോലെയാണ് വീണ്ടും പെരുമാറുന്നതെന്ന് എനർഗോ ആറ്റം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. റഷ്യൻ സൈന്യം യുക്രൈനിലെ ആണവ നിലയങ്ങളെ നിരന്തരം അപകടത്തിലാക്കുകയാണെന്നും ഈ ആണവ ബ്ലാക്ക്മെയിലിംഗ് ആസൂത്രിതവും സ്വീകാര്യവുമാണെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രേ സിബിഹ എക്സിൽ കുറിച്ചു. ഇതിനെതിരെ രാജ്യാന്തര സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങളോട് റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. അതിനിടെ യുദ്ധം നേടുന്ന പശ്ചാത്തലത്തിൽ സൈനികരുടെ കുറവ് നികത്താൻ സർവകലാശാലകളെയും സാങ്കേതിക കോളേജുകളെയും ലക്ഷ്യമിട്ടിരിക്കുകയാണ് റഷ്യ എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിനായി 250-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിലവിൽ രാജ്യത്ത് റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കോളേജുകളിലെ ആൺകുട്ടികളിൽ 2% പേരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കർശന നിർദ്ദേശം അധികൃതർ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. സൈന്യത്തിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വൻ ആനുകൂല്യങ്ങളാണ് റഷ്യ വാഗ്ദാനം ചെയ്യുന്നതും. സൗജന്യ വിദ്യാഭ്യാസം, പഠനകാലത്തെ മോശം അക്കാദമിക് റെക്കോർഡുകൾ ഒഴിവാക്കി നൽകൽ, സൈനിക സേവനത്തിന് ശേഷം തിരിച്ചെത്തി പഠനം പൂർത്തിയാക്കാനുള്ള അവസരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഓൺലൈൻ വഴിയും അല്ലാതെയും കോളേജ് അധികൃതർ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് വലിയ വിവാദങ്ങൾക്കും കാരണമായി. സൈബീരിയയിലെ ഒരു ട്രാൻസ്പോർട്ട് കോളേജ് ഡയറക്ടർ സൈന്യത്തിൽ ചേരാൻ മടിക്കുന്നവരെ പരസ്യമായി ശാസിക്കുന്ന ഓഡിയോ ഇതിനോടകം പ്രചരിക്കുന്നുമുണ്ട്. ഇപ്പോൾ സൈന്യത്തിൽ ചേർന്നാൽ പിന്നീട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് ഇവർ വിദ്യാർത്ഥികളോട് പറയുന്നത്. പരീക്ഷകളിൽ പരാജയപ്പെടുന്നവരെ ക്യാമ്പസുകളിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സൈന്യത്തിലേക്ക് തിരിച്ചുവിടുന്നതായും ആക്ഷേപമുണ്ട്. മോസ്കോയിലെ ഒരു 19-കാരൻ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയതനുസരിച്ച് പരീക്ഷയിൽ തോറ്റപ്പോൾ കോളേജിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ സൈന്യത്തിൽ ചേരുകയെന്ന ഓപ്ഷനാണ് അധികൃതർ മുന്നോട്ട് വെച്ചത്. മനഃപൂർവ്വം പരീക്ഷകൾ ജയിക്കാൻ സർവകലാശാലകൾ അനുവദിക്കുന്നില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. റഷ്യയുടെ ഈ നീക്കം തികച്ചും ആക്രമണോത്സുകമായ ഒന്നാണെന്ന് സെക്യൂരിറ്റി അനലിസ്റ്റ് നാറ്റിയ സെസ്കുരിയ വിലയിരുത്തുന്നു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനുള്ള വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. എന്നാൽ യുദ്ധഭൂമിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് റഷ്യൻ നിലപാടുകളിൽ മാറ്റം വരാമെന്നായിരുന്നു. ഇത്തരം വാഗ്ദാനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നിലവിലെ റഷ്യൻ നിയമപ്രകാരം യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ സൈനിക കരാറുകൾക്ക് പ്രാബല്യവും ഉണ്ടാകും. റഷ്യ വീണ്ടും യുദ്ധത്തിന്റെ പാതയാണ് തിരഞ്ഞെടുത്തതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്. സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള നിർദ്ദേശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായി തള്ളിയതിന് പിന്നാലെയായിരുന്നു യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രതികരണം. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് നേരിട്ടുള്ള ചർച്ചകൾക്കായി സെലൻസ്കി അയച്ച പരസ്യ കത്തിനെ പുടിൻ വിമർശിച്ചത്. സെലൻസ്കിയുടെ കത്ത് വകതിരിവില്ലാത്തതാണെന്നും നിലവിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നും പുടിൻ പറയുന്നു. സമാധാന കരാറിന്റെ അന്തിമ രൂപം ചർച്ചകളിലൂടെ തയ്യാറായ ശേഷം മാത്രമേ നേരിട്ടുള്ള കൂടിക്കാഴ്ച സാധ്യമാകൂ എന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.